അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചതാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ ഒരു വിയോജനക്കുറിപ്പും ചെയർപേഴ്സൺ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നീട് പക്ഷേ ചെയർപേഴ്സൺ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റിയതിൽ വിശദീകരണവുമായി കെ രമ MLA. ഇത് താൽക്കാലിക സംവിധാനം മാത്രമാണെന്നും ശാശ്വത പരിഹാരമല്ലെന്നും വ്യാപാരികൾക്കും കൂടി വേണ്ടി കൈക്കൊണ്ട തീരുമാനമാണെന്നും MLA പ്രതികരിച്ചു. അല്ല, സത്യത്തിലെ വടകരയിലെ ട്രാഫിക്ക് നമ്മളെല്ലാവരും ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് അന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്നത്. അത് പ്രധാനമായിട്ടും ഇവിടുത്തെ വ്യാപാരികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു മീറ്റിംഗ് അന്ന് സംഘടിപ്പിച്ചത്. കാരണം ഓണം വരികയാണ്, കച്ചവടം ഇല്ല, എല്ലാവരും വടകര വിട്ടു പോകുകയാണെന്ന വ്യാപകമായ പരാതിയാണ്. കച്ചവടക്കാർ തന്നെയാണ് ഈ ഓണമെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി വെളിച്ചത്തിൽ അവർക്ക് കൂടി ആ വ്യാപാരി സുഹൃത്തുക്കൾ കൂടി വേണ്ടിയിട്ടാണ് അന്ന് സത്യത്തിൽ അത്തരത്തിലൊരു മീറ്റിംഗ് നമ്മൾ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ചത്. അപ്പം അന്നത്തെ ആ തീരുമാനം താൽക്കാലികം മാത്രമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഒന്നുകിൽ ഈ സർവീസ് റോഡ് വളരെ പെട്ടെന്ന് അത് 1-2 ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലിയർ ചെയ്ത് തരാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. മഴ ഒരു 3 ദിവസം മാറി നിന്നാൽ അവരത് രാത്രി ഉൾപ്പെടെ പണി ചെയ്ത് ഈ വടകര കരിമ്പനപ്പാലം മുതൽ അഴിയൂർ വരെയുള്ളത് ക്ലിയർ ചെയ്ത് തരുമെന്ന് ഉറപ്പ് തന്നതാണ്. അത് അതിൻ്റെ തലേ ദിവസം കളക്ടറും ഞങ്ങളും കളക്ടറേറ്റിലിരുന്ന് മീറ്റിംഗ് നടത്തിയിട്ടും ഉദ്യോഗസ്ഥന്മാർ PD ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഉറപ്പ് തന്നതാണ്. അതിൻ്റെ കൂടി ബേസ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം മീറ്റിംഗ് നടത്തിയത്. അപ്പം ഇതൊരു ശാശ്വതമായ പരിഹാരമേ അല്ല. വടകര പഴയ ബസ് സ്റ്റാൻഡ് ഒഴിവാക്കണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ബസ് സ്റ്റാൻഡ് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രാഫിക് പ്രശ്നത്തിന് ഒരു ചെറിയ പരിഹാരം എന്ന നിലയ്ക്ക് അത് അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന വലിയ ദുരിതമുണ്ട്. ബസ് തൊഴിലാളികളായാലും ഓട്ടോറിക്ഷ തൊഴിലാളികളായാലും അവർക്ക് ഓടിയെത്താൻ സാധിക്കുന്നില്ല, അവർക്കൊന്ന് ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല, ചവിട്ടി അവരുടെ കാല് വലിയ പ്രയാസമെന്ന് വലിയ ദുരിതമാണ് ഇവിടുത്തെ തൊഴിലാളികളും അനുഭവിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾക്കും ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ അത്തരത്തിലൊരു മാറ്റം ആലോചിച്ചത്. ആ മാറ്റം നീണ്ടു നിൽക്കുന്ന മാറ്റമല്ല, താൽക്കാലികമായിട്ടുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് എന്തുകൊണ്ടാണ് വ്യാപാരി സുഹൃത്തുക്കൾ ഇപ്പോൾ ഒരു സമരത്തിലേക്ക് പോയത് എന്ന് എനിക്കറിയില്ല. അവരോട് കൃത്യമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കണ്ടു. അദ്ദേഹം ഇരിക്കുന്ന മീറ്റിങ്ങിലാണ് തീരുമാനിച്ചത്. അദ്ദേഹം അതിൻ്റെ വിയോജനം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചതാണ്. ആ തീരുമാനമെടുക്കുമ്പോൾ ഒരു വിയോജനക്കുറിപ്പും ചെയർപേഴ്സൺ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നീട് പക്ഷേ ചെയർപേഴ്സൺ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരോടും പറയാനുള്ള, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടി വേണ്ടി എടുത്ത തീരുമാനമാണ്, ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു താൽക്കാലികം മാത്രമാണ്, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമേ അല്ല. ഇത് ശരിയായാൽ ഉടനെ ആ റോഡ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുന്നത് തന്നെ ആലോചിക്കുമെന്ന് കളക്ടർ തന്നെ അവിടെ പറഞ്ഞതാണ്. കളക്ടർ കൂടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് വന്നത്.